മുടി വെട്ടി മുടി രസമുണ്ടടി വെട്ടിയിട്ട്. നമ്മൾ എവിടേക്ക് പോണേ? നെക്സ്റ്റ് അടിച്ചു. ഹായ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കൂലായി എവിടേക്കാണ് ഇങ്ങനെ നടന്നു പോകുന്നത്? കാട്ടുകൂടെന്ന്. ഞങ്ങൾ കടൽ കാണാൻ പോവാം കേട്ടോ. ഞാൻ ജ്യേഷ്ഠത്തി മോള് അങ്ങനെ എല്ലാവരും കൂടെ അങ്ങനെ കടൽ കാണാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ വീടിൻ്റെ അവിടെ നിന്ന് കുറേ പോകണം കേട്ടോ. കടൽ കാണാൻ പോകണമെങ്കിൽ നടന്ന് പോകണമെങ്കിൽ കേട്ടോ. വണ്ടിക്കൊക്കെ പോവാം, പക്ഷെ ഞങ്ങൾ നടന്നിട്ടുള്ളൊരു വഴിയുണ്ട്, ഷോർട്ട് കട്ടൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു പുഴയൊക്കെ കടന്നിട്ട് അപ്പോൾ അതിൽ കൂടി പോവാം കേട്ടോ. അപ്പോൾ എന്താ ഈ പുഴയിൽ കക്ക വാരി എടുത്തിട്ടുള്ളതാണ് ഇപ്പം മോള് കാണിച്ചു തന്നത് കേട്ടോ. മോള് ഓടാൻ കാരണം എന്താ വെച്ചാൽ നല്ല വെയിൽ കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങാൻ വിചാരിച്ചു. അത് ഇറങ്ങാനുള്ള കാരണം ഉണ്ട് കേട്ടോ. അവിടെ മീൻ പിടിക്കുന്നുണ്ട്, അത് കാണാനെന്ന് പറഞ്ഞ് ചാകര വരില്ല ഇങ്ങനെ മീനിൻ്റെ അങ്ങനെ കയറിയിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ ആ ഭാഗം നല്ല മീൻ പിടിക്കുന്നുണ്ട്, ബോട്ടും കാര്യങ്ങളൊക്കെ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ഒരു 3 മണിക്ക് സമയത്ത് പോവാണ് കേട്ടോ. എൻ്റെ ഏട്ടത്തിയാണ് മുന്നിൽ പോകണത്. അവിടെ വെയിലുള്ള ഭയങ്കര വെയിലാട്ടോ. ഈ കാണുന്ന പോലെ ഒന്നുമില്ലേ വെയിൽ. അപ്പോൾ ഈ ബോട്ടിൽ മീൻ പിടിക്കുമല്ലോ, ബോട്ടിലും തോണിയിലൊക്കെ അങ്ങനെ വല ഇട്ടിട്ട് അവർ മീൻ പിടിക്കുന്ന കുറേ വണ്ടിക്കാരുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ നല്ല രസമുള്ളൊരു കാഴ്ചയാണ്, നിങ്ങളൊന്നും ഒരിക്കലും കാണാൻ പറ്റാത്തൊരു കാഴ്ച എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോണത് കേട്ടോ. അതെന്തായാലും കാണണം എന്നുള്ളൊരു ഇതിലാണ് ഞങ്ങൾ ഇറങ്ങണത്. അപ്പോൾ ഇതാ ഞങ്ങൾ പുഴൻ്റെ അടുത്ത് കൂടെ നടന്നു പോകാം കേട്ടോ. മരങ്ങളൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ളത് കേട്ടോ. നല്ല കാണുമ്പോൾ നല്ല ഉള്ള പോലെ തോന്നും, പക്ഷേ ഇതിൻ്റെ വരമ്പ് പറയില്ലേ പുഴൻ്റെ, അതിൻ്റെ അടുത്ത് കൂടെ പോകുമ്പോൾ നല്ല വെയിലാട്ടോ. അപ്പോൾ ഞാൻ മോളോട് പറയാം ഓടിക്കോ എന്ന് പറയണേ. കാരണം വെയിലെന്ന് വെച്ചാൽ ഉച്ച സമയത്തുള്ള വെയിലല്ലേ, പാടം പോലത്തെ ഏരിയല്ല പുഴൻ്റെ വക്കെന്നൊക്കെ പറയുമ്പം വെയിലുകൊണ്ടിരിക്കുക കേട്ടോ. അതാ ഞങ്ങൾ അങ്ങനെ അതിൽ കൂടെ നടന്ന് പുഴ കഴിഞ്ഞ് കുറച്ചും കൂടെ നടന്നാൽ കടലാവും കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ കടപ്പുറത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. കടപ്പുറത്ത് എത്തിയപ്പോൾ കണ്ട എല്ലാ വണ്ടിക്കാരും പോയി. അങ്ങനെ ഈ ഒരു വണ്ടി മാത്രമേ, ഒരു വലിയ ബോട്ടും പിന്നെ കുറച്ച് ചെറിയ തോണികളും കേട്ടോ. അപ്പോൾ അവരെങ്ങനെ മീൻ പിടിച്ചു കണ്ടിരിക്കുകയാണ്. അതും ഇവർ കുറേ മറ്റേ തലക്കലെ പിടിച്ചിരുന്നു പറഞ്ഞു. ഞങ്ങളോട് വരാൻ പറഞ്ഞത് അത് കണ്ടിട്ടാണ്. ഞങ്ങളിവിടെ നിന്നപ്പോൾ ഞങ്ങൾക്ക് ശരിക്കുള്ളത് കാണാൻ പറ്റില്ലെങ്കിലും കുറച്ച് ദൂരത്തു നിന്നായാലും കണ്ട് കേട്ടോ. ഒറ്റൊരു വണ്ടിക്കാർ, ബാക്കിയൊക്കെ പോയി എന്ന് പറഞ്ഞേ. എടുത്ത് കരൻ്റെ ഭാഗത്തിരുന്നാലും പിടിച്ചിരുന്നെന്ന് പറഞ്ഞു. നല്ല രസമുണ്ടായിരുന്നു പറഞ്ഞു കാണാൻ. ഇപ്പോൾ അവിടെ കണ്ടവരൊക്കെ പറഞ്ഞു ആദ്യമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു, കുറേ കാലങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് കാണണേന്നൊക്കെ പറഞ്ഞ്. കാരണം മീൻ ചാകര എന്ന് പറയില്ല, മത്തിയിരുന്നെന്ന് പറഞ്ഞു. അത് കയറിയ സമയത്ത് ഫുള്ളും അതിൽ തോണിക്കാർ നിറച്ചും ചുറ്റിരുന്നത് വലയിടിരുന്നെന്ന് പറഞ്ഞേ. അപ്പോൾ അതൊന്നും നമുക്ക് കാണാത്തൊരു കാഴ്ചയല്ലേ. അപ്പോൾ അങ്ങനെ വിളിച്ചപ്പോൾ ഞങ്ങൾ പോയതാണ് കേട്ടോ. ഞങ്ങൾ നല്ല വെയിലായപ്പോൾ ഒരു സ്ഥലത്ത് മാറിയിരിക്കുകയായിരുന്നു കേട്ടോ, മരത്തിൻ്റെ ചുവട്ടിൽ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് അപ്പുറത്തെ കടകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ച് അപ്പോൾ ഒരുവിധം വെയിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ മോര് വെള്ളം മേടിച്ച്, എൻ്റെ മോള് സർബത്ത് മേടിച്ച്, പിന്നെ എന്തോ ഒരു കടിക്കാൻ വേണ്ടി എന്തോന്ന് വാങ്ങി. ആകെ നമ്മൾ ബീച്ച് പോയി അധികം ഉപ്പിലിട്ടതിന് ഡൗട്ട് ഇഷ്ടം. അപ്പോൾ ഞാൻ അത് മേടിക്കാമെന്ന് പറഞ്ഞിട്ട് മോള് ഞങ്ങളിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇതാ ഉപ്പിലിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഉപ്പിലിട്ട് മേടിച്ച് ഞാനും മോളും പറഞ്ഞ് മാങ്ങ മതി പറഞ്ഞേ. എൻ്റെ താത്ത മറ്റേതുണ്ടല്ലോ, എന്താ എൻ്റെ പേര്, ബെറാപ്പിൾ, അതാണ് കേട്ടോ ഉപ്പിലിട്ട് വാങ്ങി. ഓൾ എപ്പോൾ എവിടെ പോയാലാണ് ഓൾക്കിഷ്ടം. അങ്ങനെ ഞങ്ങളെല്ലാവരും വാങ്ങി. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, പൈനാപ്പിൾ മേടിച്ചിട്ടോ. ഓന് പിന്നെ അവിടെ കടൻ്റെ അവിടെ തന്നെ ഫ്രണ്ടിൽ നിന്ന് തിന്ന്. ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളൊരു ഭാഗത്ത് വന്നിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ വെയിലുണ്ട് നിൽക്കാനൊന്നും വയ്യ. അപ്പോൾ ഒരു ഭാഗത്ത് ചേരൽ വന്നിരുന്നിട്ട് സാവകാശം കടലും കണ്ടിങ്ങനെ തിന്നിട്ടോ. പക്ഷെ അത് ഭയങ്കര രസമാണ്. കടപ്പുറത്ത് പോയിട്ട് നമ്മൾ ഇരിക്കുന്നതും കഴിക്കുന്നതും അങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് പോകും കേട്ടോ. നമ്മുടെ മനസ്സ് റിലാക്സ് ആവാനൊക്കെ ഭയങ്കര നല്ല കാര്യമാണല്ലോ കടപ്പുറത്ത്. എപ്പോഴൊന്നും പോലെ വല്ലപ്പോഴൊക്കെ അങ്ങനെ പോകും. നമ്മളടുത്ത് തന്നെയാണ് കേട്ടോ. അങ്ങനെ അധികം ദൂരമൊന്നും പറയാനില്ല, കുറച്ചിനുള്ളത്. അതുകൊണ്ടാണ് നടന്നു പോയത്. നടന്ന് പോകണമെങ്കിൽ കുറച്ചൊക്കെ ഉണ്ട്, വണ്ടിക്കാണെങ്കിൽ അധികമില്ല, അങ്ങനെ പോവാം. അങ്ങനെ നല്ല എരിവൊക്കെ ഉണ്ടായിരുന്നു മസാല. ഇപ്പോൾ മോള് പറഞ്ഞേക്കാണ് വേണ്ട നല്ല എരിവുണ്ട് പറഞ്ഞ്. ഓള് പിന്നെ ജ്യേഷ്ഠത്തിൻ്റെ ടേസ്റ്റ് നോക്കാൻ പോയത് കേട്ടോ. ഓൾക്ക് അങ്ങനെയാണ്. അങ്ങനെ ഞങ്ങളിതൊക്കെ തിന്നാൻ ഞങ്ങൾ ഇറങ്ങി കേട്ടോ. കടപ്പുറത്ത് കുറച്ച് നേരം വെയിലാറിയപ്പോൾ ഞാൻ അവിടെ പോയി കളിക്കാമെന്ന് പറഞ്ഞേ. അപ്പോൾ എന്നോട് ഇങ്ങനെ പറയാണ്, ഇമ്മ ഞാൻ കടലിൽ വെള്ളത്തിൽ ഇറങ്ങട്ടെ ചെങ്ങനെ തിരക്കൂടെ കേട്ടോ. ഞാൻ പറഞ്ഞു ടൈം ആയിട്ടില്ല എന്നെ പിടിച്ചിർത്തി. കാരണം വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കാലൊക്കെ ഇതായിട്ട് ഇങ്ങനെ നടക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല ഇരുട്ടായിക്കോട്ടെ, കുറച്ചും കൂടി വെളിച്ചം മങ്ങിയിട്ട് നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഉണ്ടോ. അവളോട് നല്ല വെയിലിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. നമ്മൾ തിര അടിക്കുന്ന ഭാഗത്തൊക്കെ നല്ല വെയിലുണ്ടല്ലോ. അപ്പോൾ മരങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടേ അപ്പോൾ കാരണം ഇങ്ങനെ പറഞ്ഞ് നിൽക്കണ്ട്. പിന്നെ ഞങ്ങളിതൊക്കെ മാറിയിട്ടോ. ഞങ്ങൾ എന്ത് ചെയ്തു, വെള്ളത്തിലിറങ്ങി. ഞാനും താത്തൊക്കെ കുറച്ച് നേരം വെള്ളത്തിലിറങ്ങി. ഞങ്ങൾ പിന്നെ കയറി കേട്ടോ. പിന്നെ ഇത് അവിടെ തന്നെ ഇരിക്കണം. കാരണം സൂര്യന് അസ്തമിക്കാൻ ടൈം ആയിട്ടുണ്ട്. അങ്ങനെ നേരം ആ ടൈം ഭയങ്കര രസമാണ്. അപ്പോൾ ഞങ്ങളത് കഴിഞ്ഞിട്ട് പോവാച്ചിട്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെങ്ങനെ തിരക്കൂട്ടുണ്ട്, പോവാന്ന് പറഞ്ഞിട്ടേ തിരക്കുടിക്കണ്ടാ. മോള് പറയണം ആയിട്ടില്ല എന്ന് പറഞ്ഞിക്കട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ മോള് വീഡിയോ എടുക്കണം, നമുക്ക് രണ്ടാക്കും കൂടി വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഷോർട്ടിലിടാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു, ഞാനും ഓളും കൂടെ ഒന്ന് ഇറങ്ങിട്ടോ. എന്താണെന്നറിയില്ല, എന്നെ കാണുമ്പോൾ അങ്ങനെ തിര വരുന്നില്ല കേട്ടോ. അത് എനിക്ക് പൊതുവേ ഉള്ളൊരു സംഭവം കേട്ടോ. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, എനിക്ക് അങ്ങനെ തിര വരില്ല.
ഞാൻ നിൽക്കുന്ന ഭാഗത്തുനിന്ന് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ തിര കയറും. പക്ഷെ വല്ലപ്പോഴൊക്കെ വെള്ളം ചവിട്ടാൻ കിട്ടലുള്ളൂ. ഞാനില്ലാതെ എൻ്റെ ജ്യേഷ്ഠത്തൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ വേഗം തിര കയറി വരും. അങ്ങനെ ഈ ഓരോ നാളിന് എന്തോ പറയില്ല, അതാണ് എനിക്കറിയില്ല കേട്ടോ. അപ്പം അതിൻ്റെ ഇങ്ങനെ അഭിപ്രായം പറഞ്ഞാണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ. ആദ്യമായിട്ട് എൻ്റെ കാലിൽ വെള്ളം തട്ടിയത് കേട്ടോ. മാക്സിമം അങ്ങനെ അടിക്കാറില്ല, അപ്പുറം ഇപ്പുറമൊക്കെ കയറും, പക്ഷെ ഞാൻ നിൽക്കുന്ന ഭാഗത്ത് കയറില്ല. അത് എന്താണെന്ന് അറിയില്ല കേട്ടോ. അതിനെ പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും അറിയുന്നവരുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടണം കേട്ടോ. സംഭവം എന്താ വെച്ചാൽ എൻ്റെ താത്ത ആ ഭാഗത്ത് വന്ന് അപ്പം തിര വരും. അപ്പം എൻ്റെ അമ്മ പറയും ചോതി എന്ന് പറഞ്ഞ നാളുണ്ടല്ലോ, അതിനെന്തോ അങ്ങനെ എന്തോ ഒരു ഇതുണ്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഭയങ്കര കടലിന് ഭയങ്കര ഒരു ഇതാണെന്ന്, ഇഷ്ടപ്പെടാത്ത അങ്ങനെ സത്യം പറയാൻ നമുക്ക് അറിയില്ല കേട്ടോ അതിനെ പറ്റിയിട്ട്. പിന്നെ ഞങ്ങൾ പറയാം മതി വരുമ്പോൾ പോകാൻ ഇരുട്ടായില്ലെങ്കിൽ മതി എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ മോളറിയണം ആയിട്ടില്ല കുറച്ചും കൂടെ കളിക്കട്ടെ, അവൾക്ക് എത്ര കളിച്ചാലും മതിയാവില്ല കേട്ടോ. വെള്ളത്തിൽ കളിക്കാന്ന് വെച്ചാൽ ഭയങ്കര രസമുള്ളൂ. പിന്നെ നമ്മൾ കടലിൻ്റെ തീരത്തൊന്ന് കളിക്കണം, ഒരു എന്താണെന്ന് അറിയില്ല അതിൻ്റെ ഒരു വൈബ്, അത് ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. അപ്പം ഞങ്ങളിനി പോവാൻ മതി എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഒരു ബോട്ട് പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ ഓളത് കാണണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി. അത് ഇവിടെ നിന്ന് കണ്ടാലും അവിടെ നിന്ന് കണ്ടാലും ഒരുപോലെ പൊട്ടത്തേക്ക് മനസ്സിലാവണില്ല. അതാണ് രസം. ഞങ്ങൾ കുറേ തമാശയും പറഞ്ഞിരിക്കുന്നു കേട്ടോ. ഓളെ വിചാരം അവിടെ പോയി കണ്ടാൽ കുറച്ചും കൂടെ നല്ല ഇതായിട്ട് കാണും എന്നൊക്കെയാണ്. പിന്നെ ഒരു സംഭവം ഉണ്ടായിട്ട് ഞങ്ങളിന്ന് പോയ സമയത്ത് പറഞ്ഞല്ലോ മത്തിൻ്റെ ചാകര വന്നിരുന്നു, അതുകൊണ്ടാണോ എന്നറിയില്ല. ഡോൾഫിനുകളെ കണ്ടിട്ട്, ഡോൾഫിൻ്റെ ചിറക് വാല് അങ്ങനെയൊക്കെ ഇത് 2-3 ഉണ്ട് കേട്ടോ കാണുന്ന. ഇങ്ങനെ മറിഞ്ഞും തിരിഞ്ഞും നടക്കാൻ അവർ പൂവേറ്റാണ് അങ്ങനെ കൂട്ടം കൂടിയിട്ട് എല്ലാവരും നോക്കിക്കണിട്ട്. അതൊരു സംഭവം ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന അനുഭവമാണ് കേട്ടോ. കടലിൽ നിന്നൊക്കെ നമുക്ക് പത്രമല്ലേ കാണാൻ പറ്റുള്ളൂ അവരെ, പിന്നെ അവർ മറിയുമ്പോഴാണ് നമുക്ക് ഡോൾഫിനാണെന്ന് മനസ്സിലായത്. ഇനി പിന്നെ ഞങ്ങൾ തിരിച്ച് പോവാം കേട്ടോ. അപ്പോൾ കടപ്പുറത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഓക്കെ ബൈ.